2023-24 വർഷത്തെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്കുള്ള യാത്രയയപ്പ് സംഗമവും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവുമാണ് SDPA നേതൃത്വത്തിൽ കീഴ്പള്ളി വ്യാപാര ഭവനിൽ വെച്ച് നടന്നത്. TP ഷാജിർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ SDPA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് AC ജലാലുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഓപ്പറേഷൻ ഉണ്ട്, അത് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടാം, അതില്ലെങ്കിൽ ആള് പോവാം. അത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. സാധാരണ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സൈൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ സൈൻ ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. ഡോക്ടർ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി ആ സഹോദരിയെ ഓപ്പറേഷൻ ചെയ്തു, സുഖം പ്രാപിച്ചു. ഇന്ന് ആ സഹോദരി ജീവിച്ചിരിക്കുന്നു. പക്ഷേ ആ കുട്ടിയുണ്ടല്ലോ, ആ മാതാവ് ജീവിച്ചിരിക്കുന്നു. ആ ഫാത്തിമത്ത് സിദ്ദിഖ എന്ന് പറയുന്ന കുട്ടി നേരത്തെ പറഞ്ഞ പോലെ മണ്ടവടിയിൽ വെച്ച് ഒരു ആക്സിഡന്റിലും മരണപ്പെട്ടു. ആ കുട്ടി ഒരു ഡോക്ടറാവണമെന്ന ആഗ്രഹത്തോടു കൂടി പഠിക്കുകയുണ്ടായി. ഒരുപാട് എൻട്രൻസുകളിൽ ആ കുട്ടി പരാജയപ്പെട്ടു. ആ പരാജയപ്പെടുന്ന സമയത്ത് ആ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരെ ആ കുട്ടിയെ വല്ലാതെ നിരസിക്കുകയും ആ കുട്ടിയെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ MBBS സീറ്റ് കിട്ടിയ ഉടനെ ആ കുട്ടി നേരെ വിളിച്ചത് ആ ഇൻസൾട്ട് ചെയ്ത ആ കുട്ടിയെ തരം താഴ്ത്തിയ ആ ടീച്ചറെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് MBBS സീറ്റ് കിട്ടിയിട്ടുണ്ട്, ഞാൻ എൻട്രൻസ് പാസ്സായിട്ടുണ്ട് എന്ന് ആ കുട്ടി ഉച്ചത്തിൽ വിളിച്ചു ആ ടീച്ചറോട് ഫോൺ ചെയ്ത് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ആവേശമുണ്ടല്ലോ. അതുപോലെ ആ കുട്ടി ലക്ഷ്യത്തിലേക്ക് വേണ്ടി പഠിച്ചതിന്റെ പേരിലാണ് ആ കുട്ടിക്ക് എൻട്രൻസ് പാസ്സാവാൻ കഴിഞ്ഞതെന്ന് പറയാം. നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് +2 പാസ്സായവരും SSLC പാസ്സായവരൊക്കെ ഉണ്ട് നമ്മുടെ വേദിയിൽ, ഇല്ലേ? നാം ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. നാം ഒരു ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ചായക്കച്ചവടം നടത്തിയ ആളാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, നരേന്ദ്രമോദി. മുഹമ്മദ് ഷാഫി, റിയാസ് നാലകത്ത്, നിസാമുദ്ദീൻ, മനാഫ് ചാന്തുരുത്തി, ഉമ്മർ നെച്ചിക്കാട്, അൻസാർ പുതിയങ്ങാടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി.